കോളേജിലെ ഏറ്റവും വലിയ അലമ്പന്മാരുടെ ക്ലാസ്സാ ഇന്ന് നിശബ്ദമായത്. ആർട്സ് ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. HOD ചെറിയാൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ. പടയാളികളിൽ കുഴപ്പക്കാരായവരെ വീര്യം പകർന്നു കൊടുത്ത് മുൻനിരയിൽ നിർത്തുന്ന ഒരു രീതി പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. ശത്രുക്കൾ ആദ്യം കൊയ്യുന്നത് അവരുടെ തലയായിരിക്കും. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ ചാർജ് സാറിനാണല്ലോ. അപ്പോൾ ഒരു റൂം അലോട്ട് ചെയ്തിരുന്നെങ്കിൽ. എപ്പോഴേ അനുവദിച്ച് കഴിഞ്ഞു. താങ്ക് യു സാർ. സാരി നന്നായിട്ടുണ്ട്. സാരിയുടെ ഭംഗി അണിയുന്നവരുടെ ഭംഗിയുടെ ചേർത്താണ് കേട്ടോ. ഇതുണ്ടോ? ഐ റെസ്പെക്ട് വിമൻ. താങ്ക്സ്. മിസ്റ്റർ പിയോൺ, ആളിത്തിരി പഞ്ചാരല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കളിച്ചത് വിദ്യാർത്ഥികളോടാണ്. പത്രക്കാരും ചാനലുകാരും വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഈ കോളേജിന് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. 627ഓളം കോളേജുകളുണ്ട് കേരളത്തിൽ. പുതുതലമുറയുടെ വോട്ടാണ് ഭരണകൂടത്തിന്റെ തലവിധി തീരുമാനിക്കുന്നത്. അപ്പൊ വേദിക വധക്കേസിലെ പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ സാറ് പറയുന്നത്? ബുദ്ധി ഉപയോഗിക്കണം, തന്ത്രപരമായി സമീപിക്കണം. കോളേജിലെ സ്റ്റാഫിനെയും പൗരപ്രമുഖരെയും വിദ്യാർത്ഥി നേതാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു വട്ടമേശക്ക് ചുറ്റുമിരുന്ന് സമവായം കാണണം. തികച്ചും സുതാര്യമായി ബന്ധപ്പെട്ട ക്രിമിനൽസിനെ സ്റ്റേറ്റിന് വേണ്ടി വിട്ടുതരാൻ അപേക്ഷിക്കണം. അതുവരെ ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ പോലീസ് പ്രവേശിക്കാൻ പാടില്ല. ഇറ്റ്സ് an order. ശബ്ദം കേട്ട് വന്നതാ. ശബ്ദം ഒന്ന് കുറച്ചിരുന്നേ കിടന്ന് ഉറങ്ങായിരുന്നു. താനേത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റാ. തനി വന്ന്. ഓ, ഇപ്പൊ വരാട്ടാ. എന്താ സാറേ? തനിക്ക് ഇടുക്കി ഗോൾഡിന്റെ ഏർപ്പാടുണ്ടല്ലേ? നീലച്ചോടൻ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടിയാ എന്നെ മറക്കണ്ട. ചെല്ല്. ചെല്ലടോ. മേ ഐ കം ഇൻ? വന്ന ബുദ്ധിമുട്ടായോ സാർ? എഡിയിരിക്കൂ. കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് നമ്മൾ. എന്ത് ചെയ്യാം, ശീലമായി പോയി. 2 കഴിക്കൂ. എഡി കഴിക്കൂ. പതിവില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാ. റോഷനെ കുറിച്ചാണ്. സാറൊന്നും വിചാരിക്കരുത്. ഞാനിങ്ങോട്ട് വരുന്ന വഴി അവൻ്റെ മുറി കയറിയായിരുന്നു. ആ മുറി നിറച്ച് പുകയാ. ആ പുകയ്ക്ക് നല്ല കഞ്ചാവിൻ്റെ മണമുണ്ട്. മാഷ് എന്നോട് പറഞ്ഞില്ലേ കുട്ടികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകനെ കുറിച്ച്? ഞാനും എൻ്റെ മകനും ഇതേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. പക്ഷേ അവൻ എന്നോട് മിണ്ടാറില്ല. ഫാദർ എന്ന നിലയിൽ ഞാനൊരു തികഞ്ഞ പരാജയമാണ്. മകൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാണ്. സാർ ഡിവോഴ്സ് ചെയ്യണം? യെസ്. പരസ്ത്രീ ബന്ധമെന്നാണ് പൊതുജനത്തിൻ്റെ ധാരണ. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഈഗോ ആണ്. എൻ്റെ ഈഗോ.